തിരുവനന്തപുരത്തെ PMG ജംഗ്ഷനിൽ തന്നെയുള്ള ശാസ്ത്ര സാങ്കേതിക മ്യൂസിയത്തിലോട്ടാട്ടോ നമ്മൾ ഈ കാഴ്ച പോകുന്നത്. പുറത്തുനിന്നുള്ള കാഴ്ച തന്നെ നല്ല ഭംഗിയാണ് ഈ മ്യൂസിയത്തിലുള്ളത്. തിരുവനന്തപുരത്തെ കേരള ശാസ്ത്ര സാങ്കേതിക വകുപ്പിൻ്റെ കീഴിലാണ് ഈ പ്ലാനറ്റോറിയം വരുന്നത്. 1984 തുടക്കം കുറിച്ചൊരു സ്ഥാപനമാണിത്. വിദ്യാർത്ഥികളെയും കൊണ്ട് നിർബന്ധമായും വന്ന് കാണേണ്ട ഒരു സ്ഥലം തന്നെയാണ് ഈ പ്ലാനറ്റോറിയം. ഏതൊരു സാധാരണക്കാരനും ഇവിടെ വന്ന് കണ്ടു മനസ്സിലാകുന്ന രീതിയിലാണ് ഇവിടുത്തെ പ്രവർത്തനം. ഇവിടെ എന്തൊക്കെ കാഴ്ചകളാണ് ഉള്ളത് എന്നും അതിന് എത്ര നിരക്ക് എന്നും എപ്പോഴാണ് ടൈം എന്നും ടിക്കറ്റ് എടുക്കുന്നതിൻ്റെ അടുത്തായിട്ട് തന്നെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ടിക്കറ്റ് നോക്കുന്ന സമയം സെക്യൂരിറ്റിക്കാരൻ വിശദമായിട്ട് തന്നെ പറഞ്ഞു തരും എവിടെയാണ് എന്തൊക്കെയാണെന്നൊക്കെ. വിവിധ സ്കൂളിൽ നിന്നുള്ള വിദ്യാർത്ഥികളും പ്ലാനറ്റോറിയം കാഴ്ച കാണാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. പാഠപുസ്തകത്തിലെ കാര്യങ്ങൾ വിദ്യാർത്ഥികൾ ഇവിടെ വന്ന് കണ്ടു മനസ്സിലാക്കിയും ഓരോ ഉപകരണവും പ്രവർത്തിപ്പിച്ച് മനസ്സിലാക്കിയും വിനോദത്തിനൊപ്പം വിജ്ഞാനവും എന്ന രീതിയിലാണ് മ്യൂസിയം പ്രവർത്തിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും ഏതൊരാൾക്കും. ഓരോ ഉപകരണത്തിൻ്റെയും സൈഡിലുള്ള ബോർഡ് വായിച്ച് അതെങ്ങനെ പ്രവർത്തിപ്പിക്കേണ്ട വിധമെന്ന് മനസ്സിലാക്കി അങ്ങനെ പ്രവർത്തിപ്പിച്ച് അതിൻ്റെ പിന്നിലുള്ള സയൻസ് മനസ്സിലാക്കാൻ പറ്റും. ബഹിരാകാശത്തെക്കുറിച്ചും ഗ്രഹങ്ങളെക്കുറിച്ചൊക്കെ വ്യക്തമായ രീതിയിൽ നമുക്കിവിടെ വന്നാൽ മനസ്സിലാക്കാൻ പറ്റും. പിരമിഡുകളുടെയൊക്കെ ഒരു ചെറിയ മിനിയേച്ചറൊക്കെ ഇവിടെ ഉണ്ട്. വാന നിരീക്ഷണത്തിന് പണ്ട് നമ്മൾ ഉപയോഗിച്ചിരുന്ന പല വിധത്തിലുള്ള ഉപകരണങ്ങളും സ്പേസ് ഉപകരണങ്ങളും സാറ്റലൈറ്റ് മോഡലുകളും എല്ലാം ഇവിടെ നിന്ന് നമുക്ക് കാണാൻ പറ്റും. റോക്കറ്റ് വിക്ഷേപണത്തെക്കുറിച്ചും റോക്കറ്റുകളുടെ പ്രവർത്തന രീതിയും നിലവിലുള്ള റോക്കറ്റുകളുടെ പഠന സംബന്ധമായ കാര്യങ്ങളും എല്ലാം ഇവിടുന്ന് നമുക്ക് കണ്ടും നോക്കിയും വായിച്ചൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇവിടുത്തെ ഗാലറികൾ പ്രവർത്തിക്കുന്നത്. വിദ്യാർത്ഥികളടക്കമുള്ള എത്ര സന്ദർശകർ വന്നാലും ഇവിടെ വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. വരുന്നവരും അത് പ്രത്യേകം ശ്രദ്ധിക്കണം. തൊട്ടപ്പുറത്തുള്ള ഈ വെള്ള കെട്ടിടത്തിലും ഒരുപാട് കാഴ്ചകൾ പ്രദർശനത്തിനായിട്ടുണ്ട്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക്
ജലത്തിൽ നിന്നും കാറ്റിൽ നിന്നെല്ലാം വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതും അതിൻ്റെ പ്രവർത്തന രീതിയും എല്ലാം നമുക്ക് ഇവിടെ വന്ന് കണ്ടു മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇവിടുത്തെ ഗാലറി പ്രദർശിപ്പിച്ചിട്ടുള്ളത്. പിന്നെയുള്ള കാഴ്ച പറയണത് ഔഷധ സസ്യങ്ങളാണ്. ഓരോ ഔഷധ സസ്യങ്ങളുടെ സൈഡിലും ബോർഡുണ്ട്. അത് കണ്ടു മനസ്സിലാക്കി ഏത് സസ്യമെന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. ദിനോസറുകളെ കുറിച്ചും ദിനോസറുകളുടെ കാലഘട്ടത്തെക്കുറിച്ചും മനസ്സിലാക്കുന്ന രീതിയിലുള്ള ഒരു പാർക്കാണിത്. കുട്ടികൾക്കായിട്ടുള്ള ഒരു പ്ലേ ഏരിയയും ഇതിന് തൊട്ടടുത്തായിട്ട് തന്നെ ഉണ്ട്. പിന്നീടുള്ള കാഴ്ച ഹെർബൽ ഗാർഡൻ ആണ്. ധാരാളം ഔഷധ സസ്യങ്ങളും മരങ്ങളും എല്ലാം നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റും. ഓരോന്നിൻ്റെ സൈഡിലും ബോർഡുണ്ട്. അത് വായിച്ച് മനസ്സിലാക്കി ഏതാണെന്ന് നമുക്ക് അറിയാൻ പറ്റുന്നതാണ്. ബട്ടർഫ്ലൈ ഗാർഡനിലോട്ടാണ് പിന്നെ നമ്മൾ പോയത്. ഇവിടുന്ന് നമുക്ക് ധാരാളം വ്യത്യസ്ത രീതിയിലുള്ള ബട്ടർഫ്ലൈനെയൊക്കെ കാണാൻ പറ്റി.